വെനസ്വേലയിലെ രാഷ്ട്രീയ അട്ടിമറികൾക്ക് പിന്നാലെ തനിക്ക് ലഭിച്ച സമാധാന നൊബേൽ മെഡൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മാനിച്ച് വെനസ്വേലിയൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ. വാഷിംഗ്ടണിൽ നടന്ന സ്വകാര്യ കൂടിക്കാഴ്ചയിലാണ് 2025 നൊബേൽ ജേതാവായ മരിയ മെഡൽ കൈമാറിയത്. നിക്കോളാസ് മഡൂറോയെ അമേരിക്ക പിടികൂടിയതിന് പിന്നാലെ വെനസ്വേലയിൽ താൽക്കാലിക സർക്കാർ സ്ഥാപിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തോടുള്ള ഐക്യദാർഢ്യമാണ് ഈ സന്ദർശനം. മാർക്സ് ലിഫ്റ്റിയ സൈമൺ ബോളിവറിന് മെഡൽ സമ്മാനിച്ചതിന് നൊബേൽ സമ്മാനം കൈമാറിയതെന്നും മറിയ കൊറീന മച്ചാഡോ പറഞ്ഞു. I presented the President of the United States the medal of the Nobel Peace Prize, and I told him this. Listen to this. 200 years ago, General Lafayette gave Simón Bolívar a medal with George Washington's face on it. Bolívar since then kept that medal for the rest of his life. Between the United States, people of the United States and the people of Venezuela in their fight for freedom against tyranny. And 200 years in history, the people of Bolívar are giving back to the heir of Washington a medal, in this case a medal of the Nobel Peace Prize, as a recognition for his unique commitment with our freedom. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? നമ്മളിപ്പോൾ അവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കിയതുപോലെ മരിയ കൊറീന മച്ചാഡോ പറയുന്നത് അവർ ആ മെഡൽ കൈമാറി അല്ലെങ്കിൽ മെഡൽ സമ്മാനിച്ചു എന്നാണ്. പക്ഷേ ഈ മെഡൽ സമ്മാനിച്ചത് വൈറ്റ് ഹൗസ് സ്വീകരിച്ചു എന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണമോ സ്ഥിരീകരണമോ ഇതുവരെ വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാന വസ്തുത എടുത്തു പറയുന്നത് ചരിത്രപരമായ ഒരു പശ്ചാത്തലം കൂടി വിശദീകരിച്ചുകൊണ്ടാണ് അവർ ഈ മെഡൽ കൈമാറിയത് സംബന്ധിച്ചുള്ള നിലപാട് അറിയിച്ചത്. മെഡൽ കൈമാറിയ നിലപാടിൽ അവർ പറയുന്നത് സൈമൺ ബൊളീവർക്ക് ജനറൽ ലിഫായത്ത് നൽകിയ ആ മെഡലിന് സമാനമായ രീതിയിൽ 200 വർഷങ്ങൾക്ക് ശേഷം സമാനമായ ഒരു നന്ദി പ്രകടനമാണ് തന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന ഒരു നിലപാടാണ് അവർ അറിയിക്കുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ് മറിയ കൊറീന മച്ചാഡോ വെനിസ്വേലയിലെ ഒരു പ്രതിപക്ഷ വിഭാഗത്തിന്റെ ശക്തയായ നേതാവായിരുന്നു. ഇവരെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന ഒരു നിലപാടെല്ലാം തന്നെ കൃത്യമായി ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതൊക്കെ തന്നെയാണ് വെനിസ്വേലയ്ക്കെതിരെ ശക്തമായ ഒരു നടപടി സ്വീകരിക്കാനുള്ള ഒരു നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള ഒരു അടിസ്ഥാന കാരണമായി മാറുകയും ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ മരിയ കൊറീന മച്ചാഡോയുടെ മെഡൽ സമ്മാനിച്ച നടപടിയെ നോക്കിക്കാണേണ്ടത് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ അറിയിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, മറ്റൊരു പ്രധാന വസ്തുത എടുത്തു പറയേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ചില രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. മരിയ കൊറീന മച്ചാഡോയെ അവിടെയുള്ള പുതിയ സർക്കാർ, ഒരു ട്രാൻസിഷണൽ ഗവൺമെന്റിന്റെ ഭാഗമാക്കണം, അല്ലെങ്കിൽ അവരെ അതിന്റെ ഭാഗമാക്കണം എന്നൊരു ആവശ്യം വളരെ കൃത്യമായി പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നും ചില അന്താരാഷ്ട്ര സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഉയരുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് വാഷിംഗ്ടണിൽ അവർ കൂടിക്കാഴ്ച നടത്തിയത് എന്നതും ഒരു പ്രത്യേകതയുള്ള വസ്തുതയാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ് നിക്കോളാസ് മഡൂറോയെ, വെനിസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടി മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ന്യൂയോർക്കിലെ കോടതിയിൽ ഹാജരാക്കി സൈനിക നടപടികളെല്ലാം തന്നെ, അല്ലെങ്കിൽ വിചാരണ നടപടികളെല്ലാം തന്നെ നീക്കുകയും സൈനിക നടപടികൾ വെനിസ്വേലയിൽ ആരംഭിക്കുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അമേരിക്ക വെനിസ്വേലയുടെ എണ്ണ വിൽക്കുന്നതിനുള്ള തീരുമാനമെടുക്കുക, അത്തരത്തിൽ ഒരു കൃത്യമായ ഇടപെടൽ വെനിസ്വേലയിൽ നടത്തുന്നുണ്ട് ട്രംപ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മരിയ കൊറീന മച്ചാഡോയുടെ സന്ദർശനം എന്നതും ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടതാണ്. മറ്റൊരു പ്രധാന വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഈ നൊബേൽ സമ്മാന ജേതാവാകാനുള്ള ശ്രമം ട്രംപ് നടത്തുന്ന വേളയിൽ തന്നെയാണ് 2025 നൊബേൽ സമ്മാനം മറിയ കൊറീന മച്ചാഡോയ്ക്ക് ലഭിച്ചത്. ആ സമ്മാനമാണ് ഇപ്പോൾ ട്രംപിനെ സമ്മാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സമ്മാനമായി ആ മെഡലാണ് നൽകിയിരിക്കുന്നത് എന്ന ഒരു പ്രത്യേകതയുമുണ്ട്. അത് മറ്റ് ചർച്ചകളിലേക്ക് കൂടി വഴിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിലും അത് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു വിശദീകരണം ഇതുവരെ വന്നിട്ടുമില്ല.